നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ബിസിനസ്സുകൾ ഉണ്ടാക്കലല്ല, അങ്ങനെ ബിസിനസ്സിൻ്റെ ലോകങ്ങൾ കെട്ടിപ്പടുക്കലും അല്ല സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ മാലിന്യങ്ങൾക്കൊക്കെ വേറെ ഏതെങ്കിലും രംഗത്ത് പ്രവർത്തിക്കാൻ കഴിയാത്തതുകൊണ്ടല്ല അവർ ഈ ബോർഡുമേൽ എഴുതി കൊണ്ട് കുട്ടികൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തു കൊടുക്കുന്നത് എന്നതുപോലെ ഒരു കാര്യം മനസ്സിലാക്കണം. സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് അങ്ങനത്തെ ഒരു വലിയൊരു ബിസിനസ് ലോകം ഉണ്ടാക്കലല്ല സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ലക്ഷ്യം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അഭിമാനിക്കുന്നുമില്ല. കാരണം നമ്മളെ ലക്ഷ്യം അതല്ല എവിടെയെങ്കിലും എന്തെങ്കിലും മാളുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷോപ്പിംഗ് കോംപ്ലക്സുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും സിറ്റികളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിട്ട് ഒരു ബിസിനസ് രംഗത്ത് വളരാം. ഇത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ലക്ഷ്യമല്ല. അതെന്താ നമുക്ക് കഴിയൂല? ഞങ്ങൾക്ക് നമ്മൾ മനുഷ്യന്മാരല്ലേ. അത് കഴിയാത്തതുകൊണ്ടല്ല, നമ്മളെ ലക്ഷ്യം അതല്ലാത്തത് കൊണ്ട് ആ ലക്ഷ്യത്തിൽ ഒതുങ്ങി നിന്നും കൊണ്ട് മാത്രമേ നമ്മൾ പ്രവർത്തിക്കുന്നുള്ളൂ. അപ്പം അതൊന്നും വലിയൊരു അഭിമാനമാണെന്നും വലിയൊരു സംഗതിയാണെന്നും ആരും മനസ്സിലാക്കണ്ട. നിങ്ങൾ നമ്മളെ ചില ആളുകൾക്ക് തന്നെ സംശയമുണ്ട്, മറ്റ് പല സംഘടനകളും വലിയ നോളജ് സിറ്റികളൊക്കെ ഉണ്ടാക്കി, മറ്റു ചില വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടാക്കി, നമ്മളെന്താ ചെയ്യാത്തത്? നമ്മളെ ഉസ്താദന്മാർ ഒരു പോരാത്തവരാണെന്നോ? ഉസ്താദന്മാർ പോരാത്തവരായതുകൊണ്ടല്ല, അവരൊക്കെ എല്ലാ വിഷയത്തിനും പറ്റിയവരും മതിയായവരുമാണ്. പക്ഷെ അത് നമ്മളെ ലക്ഷ്യമല്ല. ആ ലക്ഷ്യമല്ലാത്തതുകൊണ്ട് ആ ലക്ഷ്യത്തിൻ്റെ അപ്പുറത്തുള്ള ഒന്നിനു വേണ്ടിയുള്ള പ്രവർത്തനം, ആ പ്രവർത്തനത്തിലേക്ക് ഞങ്ങളില്ല, അത്രേ ഉള്ളൂ.